ഇടത് സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്ക് കേരളമൊഴിച്ച് മറ്റൊരു സംസ്ഥാനങ്ങളിലും പ്രതിഫലിച്ചില്ല. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണ വിജയമായിരുന്നു എന്ന് ഇടത് സംഘടനകൾ അവകാശപ്പെട്ടു. പണിമുടക്കിനെ തുടർന്ന് ജോലിക്കെത്തിയ ജീവനക്കാരെ പലയിടത്തും ഭീഷണിപ്പെടുത്തുകയുണ്ടായി. മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ഗോഡൌണാ. മെഡിക്കൽ സ്റ്റോറല്ല. നിങ്ങൾ ഞാൻ പറയുന്നത് അറിയുന്നത് ഇത് ഗോഡൌണല്ലേ. ഇവിടെ നിങ്ങൾ മരുന്ന് ഇവിടെ പിന്നെ രോഗികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിനല്ലേ കൊടുക്കുന്നത്? മെഡിക്കൽ സ്റ്റോറിനല്ല, ഇത് ഔഷധ സെന്ററിനല്ലേ കൊടുക്കുന്നത്. ആയുർവേദ ആശുപത്രിക്കല്ലേ കൊടുക്കുന്നത്? ഇവിടെ ആശുപത്രിയാണോ? അല്ലല്ല, അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഗോഡൌണിനാണ് പറയാൻ ഇറക്കിയാൽ മതി. ഞാൻ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. പിന്നെന്തുവാ ഒരു മിനിറ്റ്, നീ കൂടുതൽ ന്യായം പറയണ്ടേ? പണിമുടക്കല്ലേ ഞാൻ കാണാറ് ഇവിടുത്തെ. പിന്നെ ന്യായം പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പണിമുടക്ക് വൻ വിജയമായത് എന്ന്? പണിയെടുക്കുവാൻ വന്നവനെ പണിയിപ്പിക്കാതെ ഓടിക്കുകയാണ് കേരളത്തിൽ നിന്ന്. ഇതുകൊണ്ടൊക്കെയല്ലേ കേരളത്തിൽ ഒരു വ്യവസായികളും വ്യവസായം തുടങ്ങുവാനായി എത്താത്തത്? ഇനിയും കണ്ണു തുറക്കാത്ത കേരളം, തൊഴിലിനു വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളം. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത് വിജയിക്കാതിരുന്നത് അവിടെയുള്ള വ്യാവസായിക അന്തരീക്ഷം നല്ലതായതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ അങ്ങനെയൊരു വ്യവസായ അന്തരീക്ഷമില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാനായി വ്യവസായികൾ എത്താത്തത്. എന്താല്ലേ, സഹിക്കുക തന്നെ. തൊഴിലിനു വേണ്ടി ലോകം ചുറ്റുന്ന മലയാളി, അവരെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന രാഷ്ട്രീയക്കാർ എന്നു മാറും നമ്മുടെ ഈ കേരളത്തിൻ്റെ ദുരവസ്ഥ. ഈ ദുരന്തങ്ങൾ എന്ന് കേരളം വിട്ടുപോകും?